Dear students, Assalamu alaikum. Let us continue our chapter fractions. Okay? Yes. Previous class we discussed the last topic was addition and subtraction of fractions. Okay? Addition and subtraction of fractions. Take this question. Add 4 by 17 plus 2 5 by 17 minus 1 by 17 minus 1 by 17. Look, ഇവിടെ ഒരു മിക്സഡ് ഫ്രാക്ഷൻ ഉണ്ട് അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു മിക്സഡ് ഫ്രാക്ഷൻ. ഇവിടെ ഒരു മിക്സഡ് ഫ്രാക്ഷൻ ഉണ്ട്, ഫ്രാക്ഷൻ, പിന്നെ അതിൽ നിന്ന് ഇതാ ഇവിടെ ഒരു മിക്സഡ് ഫ്രാക്ഷൻ സബ്ട്രാക്ട് ചെയ്യാം. അപ്പം ഇതെങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാമെന്ന് നോക്കാം. ലുക്ക്, ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ മിക്സഡ് ഫ്രാക്ഷനൊക്കെ എന്താ ചെയ്യണം? യെസ്, ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കണം. വാട്ട് ഈസ് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ? ന്യൂമറേറ്റർ ഈസ് ഗ്രേറ്റർ ദാൻ ദി ഡിനോമിനേറ്റർ. ഇതാണല്ലോ നമ്മൾ എന്ത് പറയുന്നത്? ഇംപ്രോപ്പർ ഫ്രാക്ഷൻസ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ 4 by 17 അതേപോലെ തന്നെ നമുക്ക് എഴുതാം, പ്ലസ് 2 5 by 17 നമ്മൾ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കാൻ എന്താ ചെയ്യേണ്ടത്? 2 into 17 plus 5 all divided by 17 minus 1 into 17 plus 1 all divided by 17. ഇങ്ങനെയല്ലേ നമ്മൾ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കുക? മിക്സഡ് ഫ്രാക്ഷനെ നമ്മൾ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് 4 by 17 plus 2 into 17 plus 5. What is the value? 2 into 17 plus 5, 34 plus 5, 39 by 17 minus, yes, 17 plus 1, 18 by 17. The next step, denominator all എന്താ നമുക്ക് കിട്ടി? 17 ആണ്. അപ്പോൾ യെസ്, ജസ്റ്റ് എന്ത് ചെയ്യുക? ന്യൂമറേറ്ററുകൾ ഓപ്പറേറ്റ് ചെയ്യുക, എന്നിട്ട് ഓൾ ഡിവൈഡ് ബൈ 17 കൊടുക്കും അല്ലേ? 4 plus 39 minus 18 all divided by 17. Find the final answer. Yes, try. Yes, 39 plus 4, 43. 43 minus 18. 43 minus 18 by 17. What is the value of 43 minus 18? 43 minus 18, yes, 25 by 17. 25 by 17. ഇനി ഇവിടെ ഈ 25 by 17 മിക്സഡ് ഫ്രാക്ഷൻ ആക്കി എക്സ്പ്രസ് ചെയ്യാം. ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചെയ്ത് ലാസ്റ്റ് നമുക്കൊരു ആൻസർ കിട്ടുമല്ലോ. ഈ ആൻസറിന് നമുക്ക് മിക്സഡ് ഫ്രാക്ഷൻ ആക്കിയിട്ട് എക്സ്പ്രസ് ചെയ്യാവുന്നതാണ്. മിക്സഡ് ഫ്രാക്ഷൻ ആക്കിയിട്ട് നമുക്കതിനെ എക്സ്പ്രസ് ചെയ്യാം. എങ്ങനെയാണ് മിക്സഡ് ഫ്രാക്ഷൻ ആക്കി എക്സ്പ്രസ് ചെയ്യേണ്ടത്? 25 by 17 എങ്ങനെയാണ് മിക്സഡ് ഫ്രാക്ഷൻ ആക്കി എക്സ്പ്രസ് ചെയ്യേണ്ടത്? നമുക്കറിയാം മിക്സഡ് ഫ്രാക്ഷൻ എങ്ങനെയായിരിക്കും? ഇങ്ങനെ ആയിരിക്കില്ലേ? അതായത് ഇങ്ങനെ ഈ ഒരു ഫോം ആയിരിക്കും, എക്സ് വൈ ഇസഡ്. ഇവിടെ ഇങ്ങനെ ഒരു ഫോം ആയിരിക്കും മിക്സഡ് ഫ്രാക്ഷൻ അല്ലേ? നമുക്ക് എക്സ് വേണം, വൈ വേണം, ഇസഡ് വേണം. ഇവിടെ ഇതിനെയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? മിക്സഡ് ഫ്രാക്ഷൻ ആക്കാൻ പോകുന്നത്. അപ്പോൾ 25 by 17 മിക്സഡ് ഫ്രാക്ഷൻ ആക്കാൻ നമുക്ക് ഇതേപോലെ എഴുതണം അല്ലേ? അതിന് വേണ്ടിയിട്ട് നോക്കൂ, ഡിനോമിനേറ്റർ 17 അല്ലേ? അപ്പോൾ ഇവിടെ ഇസഡ് എപ്പോഴും 70 തന്നെ ആയിരിക്കും. ഇനി നമുക്ക് എക്സ് കിട്ടണം, വൈ കിട്ടണം അല്ലേ? അതിനെന്ത് ചെയ്യാം? 25നെ 70 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 25നെ 70 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താ വരിക? യെസ്, 8 അല്ലേ? യെസ്, നമുക്ക് എന്താ വരുന്നത്? ഇവിടെ 8 അല്ലേ വരുന്നത്? റിമൈൻഡർ 8 ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ 8നെ നമ്മൾ യെസ് വൈ ആയിട്ട് എഴുതുക. ഇവിടെ വൈൻ്റെ സ്ഥാനത്ത് 8 എഴുതുക. ഓക്കെ,
കോഷ്യൻ്റ് ഉണ്ടല്ലോ, ഈ കോഷ്യൻ്റ് അതിന് നമ്മൾ ഇവിടെ ഇത് എക്സിൻ്റെ പ്ലേസിൽ എഴുതാം. അപ്പോൾ നമുക്ക് കണ്ടോ 1 × 17 17 17 + 8 25 17 + 8 25 2/17 മിക്സ്ഡ് ഫ്രാക്ഷൻ ആയില്ലേ. 25/17 മിക്സ്ഡ് ഫ്രാക്ഷൻ ആക്കി എഴുതില്ലേ. അതിലുള്ളൊരു എളുപ്പ വഴിയാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. മീൻസ് നമ്മൾ എന്ത് ചെയ്യുക, XY/Z എന്നുള്ള ഫോമിലാണ് മിക്സ്ഡ് ഫ്രാക്ഷൻ. അപ്പം നമ്മൾ Z എപ്പോഴും ഇതിൻ്റെ ഡിനോമിനേറ്റർ തന്നെ 25/17 17 അല്ല ഡിനോമിനേറ്റർ, അതന്നെ നമ്മൾ ഇവിടെ എഴുതേണ്ടത്. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇവിടുത്തെ എക്സും വൈയും കിട്ടാൻ എന്ത് ചെയ്താൽ മതി, 25 70 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. നോക്കുമ്പോൾ റിമൈൻഡർ കിട്ടുന്നത് y ആയിട്ട് എഴുതുക, കോഷ്യൻ്റ് x ആയിട്ട് എഴുതുക. ഓക്കെ, യെസ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Anita buys 1/4 kilogram of tomatoes. 1/4 kilogram of tomatoes and 1/2 kilogram of potatoes. 1/2 kilogram of potatoes. Full stop. How much is the total weight of potatoes and tomatoes if she drops 1/4 kilogram of the potatoes? 1/4 kilogram of potatoes. എന്താ ക്വസ്റ്റ്യൻ പറയുന്നത്? യെസ്, അനിത 1/4 kilogram tomatoes and 2.5 kilogram of potatoes. 1/4 kilogram ടൊമാറ്റോസും 1/4 kilogram പൊട്ടറ്റോസും വാങ്ങി അല്ലേ. പിന്നെ എന്താ ചെയ്തത്? യെസ്, ഷീ ഡ്രോപ്പ് 1/4 kilogram ഓഫ് ദി പൊട്ടറ്റോസ്. വീട്ടിലെത്തിയപ്പോൾ എന്ത് സംഭവിച്ചു? 1/4 kilogram പൊട്ടറ്റോസ് ഡ്രോപ്പ് ആയിപ്പോയി, കുറച്ച് നഷ്ടപ്പെട്ടു പോയി. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ബാക്കി എത്ര വെയ്റ്റ്സ് ഉണ്ടാവും? തിങ്ക്. യെസ്, അപ്പൊ ടോട്ടൽ എത്ര ഉണ്ടായിരുന്നു? ടോട്ടൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എങ്ങനെ എഴുതും? ടോട്ടൽ വെയ്റ്റ്. യെസ്, total weight. Yes, 1/4 kilogram plus 1/2 kilogram. Then 1/4 kilogram mixed fraction ആണല്ലേ. improper fraction ആക്കൂ. 1 × 4 4 4 + 1 5 5/4 kilogram plus 1/2 kilogram മിക്സഡ് ഫ്രാക്ഷൻ ആണ്. ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആകുമ്പോൾ ഇവിടെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ, ഇവിടെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ. 2 × 2 4 4 + 1 5 5/2. ഓക്കെ, ദെൻ 5/4 + 5/2 ടോട്ടൽ എത്ര കിലോഗ്രാം ആയിരിക്കും? 5/4 + 5/2 ടോട്ടൽ എത്ര കിലോഗ്രാം ആയിരിക്കും? യെസ്, 5 × 2 10 plus 5 × 4 20 all divided by 4 × 2 8 kilogram. 20 plus 10 30 30/8 kilogram. ടോട്ടൽ എത്ര വെയിറ്റ് വരും? 30/8 kilogram. ഓക്കെ, ദെൻ ഫൈനൽ ആൻസർ എന്താണെന്ന് ചോദിച്ചത്? എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചത്? ഫൈനലായിട്ടുള്ള ക്വസ്റ്റ്യൻ എന്താ? യെസ്, ഹൗ മച്ച് ഈസ് ദ ടോട്ടൽ വെയിറ്റ് ഓഫ് പൊട്ടറ്റോ ആൻഡ് ടൊമാറ്റോ ഇഫ് ഷീ ഡ്രോപ്സ് 1/4 kilogram ഓഫ് ദി പൊട്ടറ്റോസ്. ഇഫ് ഷീ ഡ്രോപ്സ് 1/4 kilogram ഓഫ് പൊട്ടറ്റോസ്. 1/4 kilogram നഷ്ടപ്പെട്ടു പോയി ടോട്ടൽ വെയിറ്റിൽ നിന്ന്. അതല്ലേ നമ്മളോട് ചോദിച്ചത്? ടോട്ടൽ വെയിറ്റ് എത്രയായിരുന്നു? എത്ര?
30/8 കിലോഗ്രാം. അതിൽ നിന്ന് എത്രയാണ് നഷ്ടപ്പെട്ടത്? 1/4 കിലോഗ്രാം. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്യാം. 1/4 ഇതിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യണം അല്ലേ? 1/4 കിലോഗ്രാം ഇതിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യണം. ബിഫോർ ദാറ്റ് ഈ 30/8 നമുക്ക് സിംപ്ലിഫൈ ചെയ്തൂടെ? സിംപ്ലിഫൈഡ് ഫോം. വാട്ട് ഈസ് ദ സിംപ്ലിഫൈഡ് ഫോം ഓഫ് 30/8? യെസ്, 2 കൊണ്ട് സിംപ്ലിഫൈ ചെയ്യുകയാണെങ്കിൽ യെസ് 15/4. 15/4. അപ്പോൾ നമുക്ക് യെസ് ആൻസർ കണ്ടുപിടിക്കാൻ ഇങ്ങനെ എഴുതാം. നമുക്ക് എന്ത്? The total weight of the potatoes and tomatoes if she drops 1/4 kilogram is 15/4 minus 1/4. 15 minus 1 all divided by 4. That is equal to 15 minus 1 14. 14/4. Simplified form എന്ത് വരും? 2 കൊണ്ട് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ സിംപ്ലിഫൈ വിത്ത് 2. യെസ് 7/2. ഓക്കെ, 7/2 കിലോഗ്രാം. 7/2 കിലോഗ്രാം ഓഫ് വെയ്റ്റ്സ് ടോട്ടൽ ബാക്കി ഉണ്ടാകും. ഓക്കെ, യെസ്. The next question. Simplify. 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 7 2/3. 7 2/3 minus 3 2/5. 3 2/5. 7 2/3 minus 3 2/5. ഓക്കെ, യെസ്. അപ്പോൾ ഇവിടെ 7 2/3 മിക്സഡ് ഫ്രാക്ഷൻ ആണ്. അപ്പോൾ അതിന് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കുമ്പോൾ 3 × 7 21 plus 2 all divided by 3 minus 3 × 5 15. 15 plus 2 divided by 5. Then 21 plus 2 23. 23/3 minus 15 plus 2 17. 17/5. Okay, then 23/3 minus 17/5. Find the answer final on your notebook. Okay, yes. Yes, 23 × 5 minus 17 × 3 all divided by 3 × 5 15. 23 × 5 115. Yes, then minus 17 × 3 51. Okay, then all divided by 50. Then 115 minus 51. 64. Yes, 64/50. 64/50. Okay, yes, write down.
Okay, then next section, let us move the next section is what's multiplication of fraction, right? This subheading, multiplication of fractions, multiplication of fractions, multiplication of fractions. അപ്പോൾ നമ്മൾ ഫ്രാക്ഷൻസിൻ്റെ അഡീഷൻസ് സബ്ട്രാക്ഷൻ നമ്മൾ എന്ത് ഡിസ്കസ് ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ഫ്രാക്ഷൻസ്. വാട്ട് ഈസ് ദ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ഫ്രാക്ഷൻ? മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ഫ്രാക്ഷൻസ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ മതി മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ഫ്രാക്ഷൻ്റെ ഫസ്റ്റ് ടോപ്പിക്. ഓക്കെ, മൾട്ടിപ്ലിക്കേഷൻ ഓഫ് എ ഹോൾ നമ്പർ ആൻഡ് എ ഫ്രാക്ഷൻ. Multiplication of a whole number and a fraction. First section, multiplication of a whole number and a fraction. അപ്പോൾ ഒരു ഹോൾ നമ്പറും ഫ്രാക്ഷനും മൾട്ടിപ്ലൈ ചെയ്യാൻ. ഓക്കെ, ഈ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ഫ്രാക്ഷൻ എന്നുള്ള ഈ ടോപ്പിക്കിൻ്റെ ബേസ്ഡ് ആയിട്ട് വരുന്നുണ്ട്. ഏതൊക്കെയാണ്? മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ഹോൾ നമ്പർ ഫ്രാക്ഷൻ വിത്ത് ഫ്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ഫ്രാക്ഷൻ ബൈ എ ഫ്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ ഓഫ് മിക്സഡ് ഫ്രാക്ഷൻസ്. ഓക്കെ, അപ്പം നമ്മൾ അതിൽ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ഹോൾ നമ്പർ ആൻഡ് എ ഫ്രാക്ഷൻ. മൾട്ടിപ്ലിക്കേഷൻ ഓഫ് എ ഹോൾ നമ്പർ ആൻഡ് എ ഫ്രാക്ഷൻ. ഓക്കെ, യെസ്. ഫസ്റ്റ് എക്സാമ്പിൾ, find 7 into 2 by 5. 7 into 2 by 5. 7 into 2 by 5. 7 എന്നുള്ളൊരു ഹോൾ നമ്പർ ആണല്ലേ? യെസ് ഓർ നോ? യെസ്, 7 എന്നുള്ളൊരു ഹോൾ നമ്പറാണ്. ഇതൊരു ഫ്രാക്ഷനാണ്. അപ്പോൾ ഈ കേസിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ വരുമ്പോൾ വെരി ഈസി. നിങ്ങളൊന്നും നോക്കണ്ട, എന്ത് ചെയ്താൽ മതി? ഈ ഹോൾ നമ്പറിനെ ന്യൂമറേറ്ററുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, ഈ ഡിനോമിനേറ്റർ അതേപോലെ അവിടെ നിലനിർത്തുക. ഓക്കെ, യെസ്, ലുക്ക്, 7 into 2 14. 14 by 5. Take another example. Yes, find 21 into 5 by 7. 21 into 5 by 7. 21 into 5 by 7. 21 എന്നുള്ളതൊരു ഹോൾ നമ്പറാണ് അല്ലേ? 5 by 7 ഒരു ഫ്രാക്ഷൻ. അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു ഈ ഹോൾ നമ്പറിൻ്റെ ന്യൂമറേറ്റർ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഡിനോമിനേറ്റർ അതേപോലെ ചെയ്യാം. ബട്ട് അതിന് മുന്നേ നിങ്ങൾ നോക്കൂ, ഈ 7ലും 21ലും 7 കോമൺ ഫാക്ടർ അല്ലേ? അപ്പോൾ സിംപ്ലിഫൈ, ആ കോമൺ ഫാക്ടർ കൊണ്ട് സിംപ്ലിഫൈ ചെയ്താൽ ഒന്നും കൂടി അത് സിംപ്ലിഫൈഡ് ഫോം ആയി വരട്ടെ. അപ്പം മൾട്ടിപ്ലൈ ചെയ്യാനായിരിക്കില്ലേ കൂടുതൽ എളുപ്പം. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളത് ആദ്യം പോയിന്റ് ഔട്ട് ചെയ്യണം. ഓക്കെ, ശ്രദ്ധിക്കാം. ഇവിടെ കണ്ടോ, 21നും 7ലും ഞാൻ നോക്കുമ്പോൾ 7 കോമൺ ഫാക്ടറാണ്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നത്? 7 കൊണ്ട് അതിനെ സിംപ്ലിഫൈ ചെയ്യുക. 21നെ 7 കൊണ്ട് സിംപ്ലിഫൈ ചെയ്യുക. 21ൽ 7 3 ടൈം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ഹോൾ നമ്പർ 3 ആയിട്ട് മാറി. ഇവിടെ ന്യൂമറേറ്റർ 5, അത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 15. പിന്നെ ഇവിടെ ഡിനോമിനേറ്റർ 1, 15 by 1 or 50. Okay, yes. The next question. 5 into 2 by 3. 5 into 2 by 3. 5 into 2 by 3. Another one, 12 into 16 by 4. 12 into 16 by 4. 12 into 16 by 4. Okay. Take first one. What is the answer? 5 into 2 by 3. 5 into 2 by 3. Yes, whole number ന്യൂമറേറ്റർ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഡിനോമിനേറ്റർ അതേപോലെ അവിടെ കൊടുക്കുക. ഇവിടെ ഞാൻ നോക്കുമ്പോൾ 5ലും 3ലും കോമൺ ഫാക്ടർ ഒന്നും ഇല്ല. അപ്പോൾ സിംപ്ലിഫൈ ചെയ്യാൻ ഉള്ളൊരു ഓപ്ഷൻ അവിടെ ഇല്ല അല്ലേ? അതിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 5 into 2 10. 10 by 3. ഓക്കെ, ഇതോ
ഇവിടെ ഉണ്ടല്ലേ 4ലും 12ലും കോമൺ ഫാക്ടർ ഏതാ? കോമൺ ഫാക്ടർ 4. യെസ്, 4ൽ 4 1 ടൈംസ്, 12ൽ 4 3 ടൈംസ്. ഓക്കെ, ദെൻ 3 into 16, 3 into 16 48. 48 divided by 1, it is equal to 48. Clear? Yes. Okay, dear students, mark your homework. Yes, dear students, mark your homework. Okay, before that, a small point. Okay, from yes, multiplication of fraction. It's a whole number. Okay, yes, fraction as an operator of. Write this on your notebook. Fraction as an operator of. Fraction as an operator of. Fraction as an operator of. ഈ ഫ്രാക്ഷൻ ആസ് ആൻ ഓപ്പറേറ്റർ ഓഫ് എന്ന് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഇപ്പം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ, ലുക്ക് ദിസ് ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് ബേസ്ഡ് ഓൺ ദി ഫ്രാക്ഷൻ ആസ് ആൻ ഓപ്പറേറ്റർ ഓഫ്. യെസ്, 5 of 1/4, 5 of 1/4, ഫൈൻ 5 of 1/4. ഇങ്ങനെ വന്നാലോ 5 of 1/4. അപ്പം നിങ്ങളിവിടെ നോട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ഓഫ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയുക, മൾട്ടിപ്ലൈ ചെയ്യാൻ തന്നെയാണ്. ഓക്കെ, 5 of 1/4. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യാം 5, അതായത് ഇതിൻ്റെ മീനിങ് 1/4ൻ്റെ 1/4ലെ 5. ഓക്കെ, 1/4ൻ്റെ, അപ്പോൾ നമുക്കിത് 5 into 1/4 നോക്കാം. 5 into 1/4, 5 into 1 5 divided by 4, 5/4 എന്നാണ് ആൻസർ വരിക ഇങ്ങനെ ചേരുമ്പോൾ. ഓക്കെ, യെസ്. Is another example, 1 of 3/2, 1 of 3/2, അല്ലെങ്കിൽ 4 of 3/2. That means 4 into 3/2. Clear? Yes. Okay, students, then mark your homework. Exercise 2.2. Yes, multiply 15 into 3/5. Second one, no, second question, simplify the following. 6 1/3 minus 5 2/5 plus 3 5/12. 3 5/12. Okay, yes. See you in next class. Thank you.